So hello guys, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു HRK ഗെയിം HR ഗെയിമിങ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. കുറേ കാലം വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ് നമ്മ ഇന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ മൈനിങ്ങിനൊക്കെ പോകണം. ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് ചെയിനും ഒക്കെ ആണ് നമുക്ക്, പിന്നെ അയ്യൻ്റെ ഫുൾ സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ മൈനിങ്ങിന് വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് വ്യൂസൊക്കെ കുറവാണ്, അപ്പോൾ ലൈക്കൊന്നും ചെയ്യുക. എല്ലാം കുറവാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ പോവാം. ഇന്നത്തെ പ്ലാൻ നടന്നില്ല. നാളെ എന്തായാലും പോവാം. വളരെ കടിച്ചില്ലെങ്കിൽ സോംബി കയറി നമ്മളെ വണ്ണം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്ക് അത്ര സുഖമില്ല. പിന്നെ ഇതെല്ലാം അച്ചാച്ചനാണ്. അച്ചാച്ചൻ മരിച്ചു. അപ്പോൾ അച്ചാച്ചനാണ് എൻ്റെ പ്രചോദനം. അച്ചാച്ച ഞാൻ പോയി വരാം, അച്ചാച്ചൻ എന്നെ അനുഗ്രഹിക്കണം. മെഴുകുതിരിയൊക്കെ അച്ചാച്ചൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. നമുക്ക് അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ കടന്നിട്ടാണ് നമുക്ക് പോകാൻ. അതിൻ്റെ പുഴ ഇപ്പുറത്തൊക്കെ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അങ്ങനെ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വീടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു വില്ലേജ് ഇവിടെ നിന്ന് അടുത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ട് ഉണ്ടാക്കണം ഗൈസ്. ബോട്ടിന് ഇത് കണ്ട പ്രൊട്ടക്ഷനാണ്, 2 വാതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് രസം. ഫ്രണ്ടിൽ ഷീൽഡിൽ ബന്ധ പോലെ. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോവാണ്. അല്ല ഞാൻ അവിടെ കാട്ടുതീയൊക്കെ കത്തിച്ച് വന്നേ. വെറുതെ കുറേ മരങ്ങളെ ഇപ്പോൾ കത്തിച്ചാൽ നിൽക്ക്. ഇതാണ് കത്തിട്ട് നിൽക്കുക. ഇവിടെ അവിടെ നിറച്ച് മരങ്ങളാണ് ഗൈസ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് ഈ പുഴ എങ്ങോട്ട് പോകണം, അവിടെ പോയി നിർത്താം. വില്ലേജ് കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതാണ്. നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ട്രേഡർ ഉണ്ടല്ലേ, അപ്പോൾ ചിലപ്പോൾ വില്ലേജ് ഉണ്ടാകുമെന്ന് തോന്നണം, എനിക്കറിയില്ല. ഇവിടെ ഫുൾ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അച്ചാച്ചനാണെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം പൂജയൊക്കെ ചെയ്യുമ്പോൾ. കാണണം ചേട്ടാ. നമുക്ക് കുറേ നടക്കണം. വലിയ ഒന്നും കാണില്ല പ്രത്യേകിച്ച്. നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഞാനൊരു പിക്കാക്സും ഒരു സോഡും കുറച്ച് ഭക്ഷണവും പിന്നെ ഒരു ഫ്ലിൻറ്റൻസീലും പിന്നെ കൊബ്ബർ സ്റ്റോണും ടോർച്ചൊക്കെ എടുത്ത്, ടോർച്ചൊക്കെ വളരെ കുറവാണ്, അതൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ മറ്റേ അതിൻ്റെ പേരിലാണ് വില്ലേജർ കയ്യിലുള്ള അമ്പ് പോലത്തെ സാധനം, അതിൻ്റെ പേര് ഞാൻ മറന്നു. അതൊക്കെ എടുത്തിട്ട് ഇവിടെ നമുക്ക് അടയാളം വെക്കാം. ടോർച്ച് ഇങ്ങനെ കുത്തി ചെയ്യണമെങ്കിൽ നമുക്ക് വഴി തെറ്റില്ല. ഇവിടെ രണ്ടെണ്ണം. ഇവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ. അത് ചെറിയ കുഴി. കയറി. ഇത് ചെറിയ കുഴി ഗൈസ്. നമുക്കപ്പോൾ വേറെ നോക്കാം. വലിയ കുഴി വേണം നമുക്ക്. അവിടെ വലിയ കുഴിയുണ്ട്. വലിയ കുഴിയുണ്ട് ഗൈസ്. കിട്ടുന്നുണ്ട്. ഒരു ഹെൽത്ത്, ഒരു ഹാർട്ട് പോയിട്ടുള്ളൂ. ഇവിടെ കോളൊക്കെ ഇരിക്കുന്നുണ്ട്. കോള് കുറച്ച് എടുത്തേക്ക്. നമുക്ക് ടോർച്ച് ഇപ്പം തന്നെ ഭയങ്കര കുറവാണ്. അയ്യോ, വീണ്ടും ഏതോ കുഴി വീണേ. ഇല്ല, ഞാൻ ചീഞ്ഞ് വിളിക്കാൻ ഉണ്ടെന്ന്. വെള്ളം വന്ന് ഗൈസ്. ഇപ്പം എന്ത് ചെയ്യും? ഇത് കടക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് കുറച്ച് കോള് കളക്ട് ചെയ്തു. ഇതിൻ്റെ അടിക്ക് വഴിയുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ എന്തോ ഒരു വലിയ കുഴി ഉണ്ടല്ലോ. ചിലപ്പോൾ അതുപോലെ റിവർ അങ്ങനെ ആവാനാ ചാൻസ്. പോകാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ഒരയങ്ങുണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എന്തായാലും പോകാം അവിടെ നിന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ആ കുഴിയും ചെറുതായിരുന്നു, ഞാൻ പോയി നോക്കി. അതിനറ്റെത്തുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സ്കെൽറ്റനെ കിട്ടി, അവനെ കൊന്നു. ഇവിടെ അടുത്ത് തന്നെ വേറൊരു കുഴിയുണ്ട്.
അടുത്ത് വേറെ കുഴിയുണ്ട് വെച്ച് ഇത് അത്യാവശ്യം വലുതാന്ന് തോന്നുന്നു കേട്ടാ. ഇതും ചെറുതാണെങ്കിൽ അമ്മി പോവും. എൻ്റെ പൊന്നോ ഇത്ര അയ്യോ കിട്ടി ഫുഡ് കഴിക്കല്ലേ. ഇപ്പം ഞാൻ ചാവും. ഇത്ര ദൂരം വന്നിട്ട് ചത്തഴിഞ്ഞാൽ ഒരു കാര്യമില്ലണ്ടാവും. ഇത് നമ്മൾ ചീറ്റ് ഓണാക്കി ഇട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊന്നും പോയില്ല. എനിക്കത് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഓഫാക്കിയിട്ട് നേരെ വെള്ളത്തിൽ ചാടിയിട്ട് അവിടെ ഇരുട്ടൊക്കെ കാണുന്നുണ്ട്. മച്ചാൻ അയൺ മച്ചാനുണ്ട്. മച്ചാൻ നമ്മൾ നേരത്തെ കണ്ടാണ്. എന്നാലും ഇവിടെ നിന്ന് എടുക്കാൻ നോക്കട്ടാ. മച്ചാൻ്റെ സ്ഥലം മച്ചാനെ മച്ചാൻ അപ്പം നമുക്ക് മച്ചാനെ അങ്ങ് ചെത്തിയെടുക്കുക. മച്ചാൻ ഗൈസ് നമുക്ക് ഒരു മച്ചാനെ കിട്ടുള്ളൂ. നമുക്കിങ്ങനെ നേരെ അങ്ങോട്ട് പോയി നോക്കണം. ചെറുതായി പേടിയുണ്ട്. പിന്നെ ചീറ്റ് സോണൊക്കെ ഇട്ടുകൊണ്ട് വലിയ പേടിയില്ല. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും പൊട്ടിച്ചളയാണ്. ഗൈസ് ഞാൻ കാണുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു കേവാണെന്നാണ് തോന്നുന്നത്. ടോർച്ച് ഇവിടെ ഇവിടുന്ന് വെച്ച് പോകാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ട് കേവിലെത്തിയിരിക്കുന്നു. അയ്യോ ഷീൽഡില്ലടാ. ഷീൽഡ് ഉണ്ടെന്ന് വെച്ചാൽ കുനിയുന്നു ഗൈസ്. ഷീൽഡിലായിരുന്നു. നിങ്ങൾക്ക് വല്ല പൂച്ച ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അടുത്ത് പൂച്ച വന്നിട്ടുണ്ട്. ഗൈസ് നമുക്ക് ആയം കിട്ടിയിട്ടോ. ആടാ ഇത് അത്യാവശ്യം ഉണ്ടാ ഉണ്ട്. ഇല്ല അത്യാവശ്യം അടിക്കുണ്ടാവും. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇത് കിട്ടാത്ത എൻ്റെ ഇൻവെൻട്രി ഫുള്ളാണ്. അപ്പോൾ നമ്മൾ അയണൊക്കെ എടുത്തിട്ടില്ല, എടുക്കാൻ പോണ്. ഇൻവെൻട്രി കാലിയാക്കി. അപ്പം എന്തായാലും ഒരെണ്ണം എടുക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ എടുത്തു. ഇനി ഉള്ളിലേക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് കാണില്ല. തീർന്ന് അയണുണ്ട്. അയണങ്ങെടുത്ത് 3 അയണം തന്നെ ഉള്ളൂ. അത്യാവശ്യം ഉണ്ടല്ലോ. ഉണ്ട് കുറേ ഉണ്ട്. കുറേ ഇല്ല, ഏതാണ്ടുണ്ട്. തീർന്നതുകൊണ്ട് ഏതാണ്ട് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് വീണ്ടും വേറെ കേവ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇരുട്ടാവാറായി. ടോർച്ചൊക്കെ എടുക്കാം. നമുക്കിനി പോകണ വഴിയിലും ചിലപ്പോൾ ആവശ്യം വരും. കേവിൽ ഇറങ്ങാണ്ട് തന്നെ നല്ല ഇരുട്ടാവും. ഇനി അറിയാലോ. ടോർച്ചൊക്കെ അങ്ങ് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മ തിരിച്ചു പോകണ്ട. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇനി കുറേ കുഴിക്കണമെങ്കിൽ ഗോൾഡ് അങ്ങനെ കിട്ടിയേക്കാം. ബട്ട് ഇപ്പോൾ രാത്രിയായി. നമ്മുടെ അനിയനും കൂട്ടുകാരനൊക്കെ കളിക്കാൻ വരാറുണ്ട്. അവരും ഇല്ല, ഒറ്റയ്ക്കാണ് ഞാൻ. അപ്പം എനിക്ക് അതുപോലെ ഇവിടെ ഒരു ചെറിയ കേവ് കാണുന്നുണ്ട്. അത്ര വലുതല്ലാന്ന് തോന്നുന്നു. സ്കെൽറ്റൻ ഉണ്ട്. അയ്യോ ഷീൽഡില്ലാലേ മറന്ന് പോടാ ഇപ്പത്തെ ചമ്മി.
ഡേ ഡേ ആഹാ ക്രീപ്പർ വാടാ വാടാ. ഫോണിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുണ്ട് ഗൈസ്. എവിടാ തീർന്ന വാടാ വല്ലവരും ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇത് അതിനേക്കാളും വലുതാണെന്നുണ്ട് കേട്ടോ ഈ കേവ്. തീർന്നില്ല വെള്ളം. ഇതെന്ത് നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് കയറിപ്പോ. ആരോടുണ്ട് അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല അവിടെ അയണുണ്ട് കേട്ടാ. ഓ കൈ കൊണ്ടടിക്കുന്ന കയ്യോ. സോറെടുക്ക് ഇപ്പൊ ചാവും. ആ ചത്ത് പോടാ. 3 സ്കെൽറ്റാണേ. ഓഫ് എൻ്റെ അച്ചാച്ചന് അപമാനമായി പറഞ്ഞ കൊച്ചുമോനാണ് ഞാൻ. എൻ്റെ അച്ചാച്ചൻ ഇതുവരെയായിട്ടൊന്നും തോറ്റിട്ടില്ല. ഞാൻ തോറ്റിട്ട് എണ്ണ എടുത്തിട്ടില്ല. അതാണ് സത്യം. ഇനി എന്തായാലും നമ്മൾ അവിടേക്ക് പോകേണ്ടതാണ് അഭിപ്രായം. നമുക്ക് പോവാം. നമുക്കേ എൻചാൻറ്റഡ് പോഷനൊക്കെ കുടിച്ചിട്ട് എടുത്തിട്ടൊക്കെ പോവാം. അത് ഉള്ള സ്ഥലം എനിക്കറിയാം, വില്ലേജർ ഔട്ട് പോസ്റ്റ്. അത് ഞാൻ ഒരു പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്ത് പോകണ്ട്. നമ്മളെ അന്ന് മര്യാദയ്ക്ക് സ്റ്റോൺ സോഡ് മാത്രമേ ഉണ്ടായുള്ളൂ. അയൺ കണ്ടുപിടിക്കാത്ത സമയത്തൊന്നാണ് ഞാൻ പോയത്. അതൊന്നും നമ്മൾ എടുത്തില്ല. അത് അതിൻ്റെ അടുത്ത് തന്നെ വിട്ടിട്ട് അവിടെ ഒരു വില്ലേജ് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പോയിട്ട് നേരെ വില്ലേജർ പോസ്റ്റിക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോവാണ്. ഒരു കോഴിയുണ്ട്. അട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. അപ്പോൾ കോഴീനെ അങ്ങ് തീർത്തുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ട് ആ ഭാഗത്താണ്. ബോട്ടിലല്ല, ഗൈസ്. നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോകണ്ട, വില്ലേജർ പോസ്റ്റിക്ക് പോകണം. അത് ലത്തി കൂടെ പോകണതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു, വേഗത്താനായിട്ട്. അപ്പം നമുക്ക് അത് ജസ്റ്റ് അവിടെ എടുക്കണേ. അയ്യോ ഒട്ടത്തേന്നേ ഉള്ളൂടെ അവിടെ ക്രാഫ്റ്റിൻ്റെ കൂടെ. ക്രാഫ്റ്റിൻ്റെ കൂടെ എടുത്തിട്ട് നമുക്കൊരു പുതിയ ബോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ബോട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലം, അതായത് പൊസിഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മുടെ മാപ്പ് ബോർഡിൽ പോയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോണത്. 308 പിന്നെ കോമൺ 103 ലാസ്റ്റ് 833 എന്തോണ്. അവിടെയാണ് നമ്മുടെ വില്ലേജർ ഔട്ട് പോസ്റ്റ്. ഇതിപ്പോൾ അവിടെ തന്നെ എത്തിയല്ലേ. വൈകിട്ടാവാറായി. അപ്പം അങ്ങനെ പോകും. 300 അതിൻ്റെ അപ്പുറത്ത് എന്താ കൂടുന്നില്ല. എന്തായാലും ഇപ്പം നമ്മൾ കരയിൽ കൂടെ പോകണമെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഇതുമാതിരി എനിക്ക് ഒന്നാമതേ മര്യാദക്ക് ബോട്ട് ഓടിക്കാറില്ല, സത്യം പറയല്ല. ഉറങ്ങിയിട്ട് പോകണോ അതോ കിടന്നിട്ട് പോകണോ? ഉറങ്ങിയിട്ട് തന്നെ പോകട്ടെ, ഇല്ലെങ്കിൽ സീനാവും. നമ്മൾ മര്യാദക്ക് ഒരു ഷീൽഡും ഫുഡൊന്നും ഇല്ലാത്തതാണ്. ഫുഡുണ്ട്, അത് നമ്മൾ പ്രോ അല്ലല്ലോ. ഗ്ലാസ് പൊട്ടിയിട്ട് പോലും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല ഇത്. അപ്പം ഇന്നെന്തായാലും പോവും. നമ്മൾ നേരെ വില്ലേജർ ഔട്ട് പോസ്റ്റിലാണ് പോകണേ. അപ്പോൾ നമുക്ക് അച്ചാച്ചന് കുറച്ച് പൂവൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. അച്ചാച്ചൻ ആയിരുന്നു ഈ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയത്. അച്ചാച്ചനായിരുന്നു ഈ നാടിൻ്റെ രാജാവ്. അച്ചാച്ച രാത്രി തന്നെ വില്ലേജർ ഒന്നും കൊല്ലല്ലേ, എനിക്ക് അവിടുത്തെ രാജാവാൻ പറ്റണേ. വില്ലേജർ ഔട്ട് പോസ്റ്റ് എനിക്ക് വേണം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വില്ലേജർ ഔട്ട് പോസ്റ്റ് കീഴടക്കാൻ പോണ്. നമുക്ക് ഇതുവഴി നമ്മൾ കുറയാണല്ലോ.
അപ്പോൾ നമ്മ ഇന്നലെ ഫുള്ള് ഇവിടെ ചുറ്റി നടന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. വില്ലേജ് ഔട്ട് പോസ്റ്റിലേക്ക് പോകാൻ പറ്റിയ എന്തെങ്കിലും കുറച്ച് പ്രൊട്ടക്റ്റീവായ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പോയതാണ്. പക്ഷേ കിട്ടിയില്ല. നാളെ നമുക്ക് എന്തായാലും ഉള്ളത് വെച്ച് പോവാം. ചാവൊന്നും അറിയില്ല. ഇന്ന് ഇവിടെ കുറേ നടന്നു. അപ്പുറത്തെ വില്ലേജിൽ പോയി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇന്ന് എന്തായാലും നമ്മൾ വില്ലേജ് ഔട്ട് പോസ്റ്റിലേക്കാണ് പോകണേ. നാവ് കടിച്ച്. അപ്പോൾ അച്ചാച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മ ഏതോ പെട്ടിയിട്ട് കുറേ ആയുധമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം കാണില്ല ഗൈസ്. പിന്നെ എൻ്റെ അച്ചാച്ചൻ ഞാൻ പറഞ്ഞില്ലേ ധീരനായിരുന്നു. വെച്ചാണെങ്കിൽ അച്ചാച്ചന് പണ്ട് അച്ചാച്ചൻ ജനിച്ച സമയത്തുള്ള രാജാവായിരുന്നൊരു രാജാവുണ്ടായി. ഏത് ആ രാജാവിൻ്റെ ഒരു പ്രത്യേകതര ആയുധം ഉണ്ടായി. ആ ആയുധം രാജാവും മരിക്കണേന് എത്രയോ ദിവസം മുമ്പ് ആരോ ശ്വാസം മുടിച്ച് കൊല്ലാൻ നോക്കി. എൻ്റെ അച്ചാച്ച സീനല്ലേ, ആള് കയറി വെട്ടി. അപ്പോൾ രാജാവ് വയ്യാണ്ട് എടുക്കായിരുന്നു ഈ ബെഡൊക്കെ പൊട്ടിക്കാൻ. അപ്പോൾ രാജാവ് അച്ചാച്ചന് ആയുധമില്ലേ, ആ ആയുധം കൊടുത്തു. പിന്നെ അത് വെച്ചിട്ടാണ് എൻ്റെ അച്ചാച്ചൻ ഇവിടുത്തെ രാജാവായി. ഈ സ്ഥലം എടുത്തിട്ട് പിന്നെ ആ കൊട്ടാരമൊക്കെ പണിതിട്ട്, ആ രാജാവിൻ്റെ കൊട്ടാരമാണ് അത് പുതുക്കി പണിത്. ഇപ്പോൾ ഞാനും എൻ്റെ അച്ചാച്ചനാണ് ഇവിടുത്തെ രാജാവ്. നമ്മൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയായിരുന്നു വില്ലേജർ? ഉണ്ടോ, ഇതാണ്. ഞാൻ നല്ല മറന്നു. അപ്പം എന്തായാലും നമുക്ക് ഞാൻ അങ്ങോട്ടാണ് പോകേണ്ടത്. മറന്നല്ലേ, ഓർത്ത് വെക്കുക. പിന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിൽ പറഞ്ഞ് പോവാം. അതിനിടെ ഞാൻ കഥയും പറയാം കേട്ടോ. എന്നിട്ട് എൻ്റെ അച്ചാച്ചൻ ആയുധം വെച്ച് ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവിടുത്തെ പാവങ്ങളെയൊക്കെ രക്ഷിച്ച്, പിന്നെ ആ പാവങ്ങളുടെയൊക്കെ കുറേ വീടൊക്കെ കെട്ടി കൊടുത്തു. അതാണ് ഈ കാണുന്ന വില്ലേജസിൻ്റെ ഹൗസ്. അങ്ങനെ എൻ്റെ അച്ചാച്ചൻ വയസ്സായി. എൻ്റെ അച്ഛനുണ്ടായി. അച്ഛൻ നാട്, അതായത് ദുബായി പോയിട്ട് ഇപ്പോൾ അവിടെ എന്താ ജോലി, ബിസിനസ്സൊക്കെയാണ്. പിന്നെ എനിക്ക് കുറച്ചൊക്കെ പൈസ അയച്ചു തരും. എനിക്ക് പക്ഷേ അച്ചാച്ചനെ നാട് വിട്ടു പോകാൻ താല്പര്യമില്ല. പക്ഷേ അച്ചാച്ചൻ എനിക്ക് മാത്രം, എനിക്കും എൻ്റെ അച്ഛനും ആ വാട് തന്നില്ല. അതെവിടെയോ ഒളിപ്പിച്ച് വെച്ച് അച്ചാച്ചൻ. അത് കുറേ കൊല്ലം മുമ്പ്, എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ, എപ്പോഴാണ് 4 വയസ്സുള്ളപ്പോൾ എപ്പോഴോ എവിടെയൊക്കെയോ കൊണ്ടുവച്ചു. അത് കിട്ടുകയാണെങ്കിൽ വില്ലേജർ ഔട്ട് പോസ്റ്റ് അല്ല, നെതറിൽ പോയി നമുക്ക് എല്ലാത്തിനും വിട്ടാം. എൻ്റെ ഡ്രാഗനെ കൊല്ലാൻ പറ്റും. അങ്ങനത്തെ ആയുധമൊക്കെയാണെന്നാണ് എൻ്റെ അമ്മാമ്മ എനിക്ക് പറയുന്നത്. അമ്മാമ്മ അത് കണ്ടിട്ടാണ് അച്ചാച്ചനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു വാളുണ്ടാക്കണം എന്നുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര വില കൂടിയ വാളാണെന്ന് നല്ല വഴിതെറ്റി. നല്ല വില കൂടിയത് നല്ല പവറിലാണെന്ന് മാത്രം എനിക്കറിയാം. അല്ലാണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണെന്നറിയാം. 200-300 വർഷം മുമ്പുള്ളതൊക്കെയാണ്. നമുക്കെന്തായാലും ബോട്ടെടുത്ത് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. നമുക്ക് നടക്കുന്നതായിരിക്കും മെയിനായിട്ട് നല്ലതെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയൊന്ന് കുറേ ദൂരം നടന്നിട്ടാ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ബയോമിൽ മരം കണ്ട ഇതേതോ ബയോമാണ്. അത് കണ്ടപ്പോൾ ഞാൻ എടുത്തു തന്നുള്ളൂ. വില്ലേജ് ഔട്ട് പോസ്റ്റ് എത്തിയിട്ടില്ല ഗൈസ് ഇപ്പോഴും. ഈ ബയോമിൻ്റെ പേര് അറിയോ നിങ്ങൾക്ക്? എനിക്കറിയില്ല. വല്ല വീഡിയോ കാണുന്ന ഭയങ്കര ആവശ്യമായിരിക്കണവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടാം. ഈ മരം നമുക്ക് പണ്ട് സാപ്ലിങ്സ് നമ്മുടെ ഫ്രണ്ട് ഹാദി കൊണ്ട് തന്നു. അത് വെച്ചിട്ടാണ് എൻ്റെ കൊട്ടാരത്തിൻ്റെ അവിടെയൊക്കെ ഞാൻ നട്ടിട്ടുള്ളത്. ഭയം മാറിയെന്ന് തോന്നുന്നു തിരിച്ച്. വേറെ ഭയം എത്തി, മറ്റേ തവളയൊക്കെ ഉള്ളത്. ഇവിടെ എവിടെയാണെന്നാണ്. അതെ, ഇവിടെ നമ്മളിപ്പോൾ അടുത്ത് എത്താൻ തോന്നുന്നു. ഇവിടെ എവിടെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്.
മൂന്നാമത്തെ ഒരു വില്ലേജ് ഈ ബയോം എത്തുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നമ്മളിപ്പോൾ എന്തായാലും പോവണ്ട, നമ്മളെ വില്ലേജ് ഔട്ട് പോസ്റ്റ് എത്തിയിട്ട്. ഗൈസ് വില്ലേജ് ഔട്ട് പോസ്റ്റ് ഒന്നും കാണുന്നില്ല. എന്തൊക്കെയാ പറയണേ. എന്തായാലും ഞാൻ നടക്കട്ടെ ഗൈസ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോറാവും, വീഡിയോയുടെ ലെങ്ത് കൂടും, പിന്നെ ഞാൻ പാർട്ട് 5 വരെ ഇടേണ്ടി വരും. ശരി, ഞാൻ നടക്കട്ടെ. ഗൈസ് നടന്നിട്ട് എത്തണില്ല. ഇപ്പം നമ്മൾ വേറെ ഏതോ സാധാ ഭയമില്ല, അവിടേക്ക് തന്നെ എത്തി തോന്നുന്നു. ഇവിടെ ഇതോ വലിയ മലയും കുഴിയൊക്കെ ഉണ്ട്. കുഴി അന്വേഷിക്കുന്നപ്പോൾ കുഴി കിട്ടിയില്ല. ഇപ്പോൾ വില്ലേജ് ഔട്ട് പോസ്റ്റ് വന്നപ്പോൾ നമുക്ക് കുഴി ഇഷ്ടമാതിരി കിട്ടിയിട്ടുണ്ടാവുണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് കുറേ നമ്മൾ തപ്പി, നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഗ്രേവലിൻ്റെ അവിടേക്കൊക്കെ എത്തി. ഇപ്പം നമ്മൾ മല കയറിയിട്ടോ, അപ്പോൾ ഞാൻ കണ്ടു വില്ലേജ് ഔട്ട് പോസ്റ്റ്. ഗൈസ് ഞാൻ അവിടെ നിന്ന് ആ മല നേരെ കയറി ആ ഭാഗത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കയറി കുറച്ച് സ്റ്റെപ്പ് ഗ്രാവലുണ്ട്. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ എവിടെ വില്ലേജ് ഔട്ട് പോസ്റ്റ് അവിടെ വഴി മാറി ഞങ്ങൾക്ക്. അപ്പോൾ വില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യണില്ല, നാളെ നമുക്ക് യുദ്ധം ചെയ്യാം. കാരണം ഇപ്പോൾ വൈകുന്നേരമായി. യുദ്ധം ചെയ്താൽ ഇങ്ങനെ അവരുടെ കൂട്ടാളികളായിട്ട് വല്ല സോംബി വരും. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ ഇവിടെ ബെഡിട്ട് കിടക്കാം. നമ്മൾ നേരത്തെ ആ ബെഡ് പൊട്ടിച്ച് കൊണ്ടുവന്ന എന്തിനാ ഇപ്പോൾ കത്തിയുണ്ടാവും, ഇത് തന്നെ ഗൈസ്. അപ്പോൾ ബെഡ് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കില്ലേ, നമുക്ക് റിസ്പോൺ ആവാം. അവന്മാർ ഒരുത്തൻ വരുന്നുണ്ട്. ഓ അടിക്കും ഗൈസ്. രാജാവിൻ്റെ കൊള്ളുന്നില്ല, രാജാവിൻ്റെ പേരെ കുട്ടികളെ കളി. പുതിയ രാജാവാണ് ഞാൻ. അവൻ്റെ മറ്റേ സാധനം വില്ല അതൊക്കെ കിട്ടിയിട്ട് പോയാലോ, നമുക്ക് എടുക്കാം. നീ അവന്മാരെ തീർക്കാണ് ഗൈസ്. വാ അവിടെ കള്ളക്കടയാടി മക്കളെ, വാടാ, നിനക്ക് തങ്ങലറിയടാ. ശേ ഇതങ്ങ് മാറ്റി ലിയോടാ. എങ്ങനെ ഇരിക്കണം? അടിച്ചേ ആടാ. എൻ്റെ അമ്മേൻ്റെ കണ്ണിക്ക് ഞാനിപ്പോൾ നോക്കിയടേ. ഭാഗ്യമുണ്ട് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, കള്ള മൈൻഡ് മോഡുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ റെസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്യണം നല്ലതാണെന്ന്. ഇപ്പം അത് ഉപകാരമായി ഗൈസ്. എന്തായാലും അവന്മാരെ കൊന്നിട്ടേ പോകുള്ളൂ, ഒക്കെ അത്ര ഉള്ളു. വാടാ, ഞാൻ സെൻറ്റർമാനെ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ നീയൊക്കെ തീർന്നേനെ. എന്താ കോവക്കത്തല്ലേ, പോടാ 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 നീക്ക് പോടാ. ഔട്ട് പോസ്റ്റിന് കാര്യങ്ങളൊക്കെ ഏരെയൊക്കെ പൂജിക്കുന്ന പൊട്ടന്മാർ. ഞാനാ പോലീസ് നല്ല ആൾക്കാരെ പൊളിഞ്ഞോ ദൈവം അല്ല.
ഓ ആ ദൈവത്തിൻ്റെ മകനൊന്നും ഇന്നെ കൊല്ലണ്ടേ പോയല്ല കഴിക്കണ്ട കൊല്ലത്തേ ഉള്ളൂ ചാനൽ പോസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. ബൊമ്മേനെ കൊല്ലാൻ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓ ഷവറ എന്നെ കൊല്ലാറായണം. വഴി കിട്ടുണ്ടാവില്ല. വഴി കിട്ടും. അപ്പോൾ നമ്മളെ വില്ലേജർ നമ്മളിപ്പോൾ രണ്ടാമത്തെ നിലയിൽ മുകളിൽ ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നീ ആരടാ? കറുത്ത കൊടിയെന്നല്ല എന്നെ പറയാൻ എനിക്കറിയില്ല. ബോർഡാ ഇപ്പല്ലോ. ഓ എവിടാ? അടിക്കല് ரொம்ப கஷ்டம் ப்ரோ, ரொம்ப கஷ்டம் ப்ரோ. എന്ത് ഗൈസ്, നമുക്ക് എന്തായാലും ഇത് പൊട്ടി ഗൈസ്. ഞാൻ അവിടെ നിൽക്കണില്ല. നമുക്കൊന്നില്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെയും കൂട്ടി വരാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവന്മാരെ തട്ടും. ഞാൻ ഇതുണ്ടാക്കിയിട്ട് വരും. ഇത് ഞാൻ കത്തിക്കോടാ. തുറക്ക്. നീ കണ്ടോ തുണ്ടമായി വെട്ടും നിങ്ങളൊക്കെ. എന്നിട്ട് ഇത് വെച്ചിട്ട് നീ ആ രാജാവില്ലേ അവൻ്റെ അപ്പം തീരും എല്ലാത്തിനും കുഴപ്പം. വരുന്നുണ്ടോ എല്ലാവരും? വരുന്നുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. വളാ കുറെ നേരമുണ്ട്. ഒരു പശുവൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് പില്ലേജറാന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ അകിടങ്ങ് വിട്ടാൽ ഇതേപോലെ വലിയ കുഴി വീണു. സോംബി പോടാ കൊല്ലടാ നായ്ക്കള നീയൊക്കെ. വില്ലേജേഴ്സ് ഞാൻ വെറുതെ ഈ ഭാഗത്തുള്ള വില്ലേജേഴ്സിന് ഫുഡ് കിട്ടണ്ട. നമുക്ക് അങ്ങനത്തെ ഫുഡ് കിട്ടണ എല്ലാത്തിനും വെട്ടിയിട്ട് അങ്ങ് പോവാം. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്തായാലും നമ്മളാരെയും കൊല്ലണമെന്നില്ല. നമ്മളെ കൊല്ലാതിരുന്ന. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഏതാണ്ട് അടുത്തെത്തിനെന്ന് തോന്നുന്നു. നമ്മൾ കുറേ നടക്കുന്നുണ്ട്. നമുക്കൊന്നും കാണണമെന്നില്ല. എൻ്റെ ഓർമ്മയിൽ നമ്മളെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രീപ്പർ അയ്യോ ഷീൽഡില്ലായിരുന്നു മറന്ന്. സോറി. ഇതൊക്കെ വിളിച്ചോൻ അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നലെ ഈ വീട്ടിലാണ് വന്നിട്ട് ഉറങ്ങിയത്. അല്ല മറ്റേ ഡ്രോൺ ഒക്കെ വന്നിട്ട് എന്നെ കുറേ അടിച്ച്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ വന്ന് കിടന്ന്. ബട്ട് ഇന്ന് നമ്മെ വീണ്ടും ആ സ്ഥലത്തേക്ക് പോകാൻ പോണ്. ഇന്ന് രാത്രി നമ്മൾ കൊബിൾഷൻ കണ്ടില്ലേ, അവിടേക്ക് പോണ്. അവിടെ എന്താണെന്ന് എനിക്ക് എന്തായാലും അറിയണം. നമുക്കതിന് ബോട്ട് ഉണ്ടാക്കണം. ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ എനിക്കറിയണം. നമുക്ക് ഒരുമിച്ചിരുന്ന് അറിയാം. ബോട്ട് ഇപ്പം ഞാൻ ബോട്ടിലൊക്കെ പഠിച്ച ഗൈസ്, അത് നല്ലൊരു കാര്യം. അപ്പം നമ്മളത് ബോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇടാം. നമുക്കത് കുറച്ച് ഹെൽത്തുള്ളൂ ഗൈസ്, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. ഈ ഭാഗത്തൊന്നും ആ കാട്ടുതീ കണ്ട് ഇന്നലെ ഞാൻ രാത്രി ഒരു കണ്ടു. കാട്ടുതീ മലയുള്ള ഭാഗം തോന്നുന്നു. അതെ നമ്മൾ ഇന്നലെ പാലുണ്ടാക്കിയില്ലേ കൊബിൾസ്റ്റോൺ വെച്ച്, അത് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ തന്നെയാണ്. അതെ
ഈ ക്രീപ്പർ പൊടിച്ചെറിച്ച ഭാഗം ഇത് തന്നെ ഇവിടെ തന്നെ ഡേ ഇനിയും ഉണ്ടത്. അപ്പം ഇതെന്തോ പ്രത്യേകതണ്ടേ, എന്തോ പ്രത്യേകതണ്ട് ഇത്.